പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരന്തരമായി നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്. നമ്മൾക്ക് ഓരോ പുസ്തക വായനയും നമ്മൾക്ക് വ്യത്യസ്തങ്ങളായ അനുഭവ തലങ്ങളാണ് പകർന്നു തരുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിലൂടെ, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ, നമ്മൾക്ക് പരിചിതമല്ലാത്ത കഥാപാത്രങ്ങളിലൂടെ നമ്മൾ അങ്ങനെ ഓരോ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്കൊക്കെ നമ്മുടെ വായന കൊണ്ടുപോകും. പക്ഷേ നമ്മൾ വായിച്ച് പരിചയിച്ച തത്വങ്ങളോ വാചകങ്ങളോ ഒക്കെ എപ്പോഴെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവഭേദ്യമായി വരുന്ന നിമിഷങ്ങൾ അപൂർവമായെങ്കിലും നമ്മൾക്ക് ചുറ്റിലുമുള്ള ചുരുക്കം പേരിലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അത് അത് നമ്മളൊരു വായനയിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തെക്കാട്ടും എത്രയോ കാലം ഓർമ്മകൾ അവശേഷിച്ചിരിപ്പുണ്ടാവും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. നമ്മൾ എപ്പോഴും വായനകളെ പ്രണയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിരന്തരമായ വായനകളിലൂടെ നമ്മളെപ്പോഴും എപ്പോഴും വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു ഒരു രാത്രി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ കാഴ്ച മങ്ങുന്ന അവസ്ഥ നമ്മൾ എപ്പോഴും ഒരുപാട് കാഴ്ചകൾ കാണുന്ന ഒരാൾ, എപ്പോഴും വായിക്കുന്ന ഒരാൾ പെട്ടെന്ന് ദൃശ്യങ്ങളുടെ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾ വായിച്ച വരികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തും. അങ്ങനെയാണ് എപ്പോഴോ വായിച്ച് പരിചിതമായ ഒരു വരി നമ്മൾ കാഴ്ച മങ്ങുന്നത് മരണത്തിലേക്ക് പോകുമ്പോഴാണ്. പിന്നെ നമ്മളങ്ങനെ അപ്പോൾ നമുക്ക് ഒരു കൂട്ടമായ ചിന്തകളൊക്കെ നമ്മളെ മനസ്സിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ നടത്തിയ യാത്രകൾ, നമ്മൾ നടത്തിയ പുസ്തക ചർച്ചകൾ, നമ്മൾ നടത്തിയ സൗഹൃദ കൂട്ടായ്മകൾ, സൗഹൃദ യാത്രകൾ, അങ്ങനെ പോകും. പക്ഷേ അത് നമ്മുടെ ചിന്തകളൊരു കൂട്ടമായിട്ട് നമ്മളെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊക്കെ വളരെ നിമിഷ നേരത്തേക്കുള്ള മനുഷ്യൻ്റെ ഒരു ചിന്തകളിൽ മാത്രം മിന്നിമറിയുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത്തരത്തിലേ ഇതും ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് സമയം കൊണ്ട് അത് ശരിയായി. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സുകളിലെ ഒരു നേരിയ വ്യതിയാനങ്ങളിലാണ് ഇതൊക്കെയും നമ്മൾ രൂപം കൊള്ളുന്നതാണ് പ്രത്യേകത. അതിനുശേഷം അത് എന്താണെന്ന് അറിയാനായിട്ട് പരിശോധനകൾക്കായി ഒരു ഡോക്ടറെ കാണുകയും ആശുപത്രിയിലെ നിരന്തരമായ പരിശോധനകളിലൂടെ ഇപ്പം ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് പരിശോധനകളിലൂടെ അങ്ങനെ കടന്നുപോയി. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ചിന്തകൾ പല ചിന്തകളുണ്ടാവും. നമ്മളൊരു ചെറുപ്പക്കാരൻ, നമ്മൾ ഏറ്റവും വെറുക്കുന്നത്, ഒരു മനുഷ്യനെ ഏറ്റവും വെറുക്കുന്നത് എന്താണ്? സഹതാപാണ്. അപ്പോൾ നമ്മളെ ചിന്തകളിലിങ്ങനെ ഒരുപാട് ചിന്തകളിങ്ങനെ കടന്നു പോവുകയാണ്. ഒരു നാട്ടുകാർ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പത്തിലെ രോഗി എന്നൊക്കെ പറയപ്പെടുവോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഒരുപാട് പരിശോധന നടത്തി, ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ കണ്ടെത്തി. അവസാനം ബ്ലഡിലും യൂറിനിലും ഇൻഫെക്ഷൻ ഉണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് BP കുറഞ്ഞതുകൊണ്ടുള്ള പ്രശ്നമാണെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അപ്പോൾ ആ ഒരു കണ്ടെത്തലിന് ശേഷം നമ്മൾ അതിൻ്റെ മരുന്നൊക്കെ കഴിച്ചു. അതിനുശേഷം എല്ലാം നോർമലായി. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ വരികളൊക്കെ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാവും. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ഒരു മനുഷ്യൻ ഒരു മരണമുഖത്തേക്ക് നടന്നെടുക്കുമ്പോൾ ഇത്തരം ചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ മരണമുഖത്തേക്ക് സഞ്ചരിക്കുന്നവരുടെ ഒരു മനസ്സിനെ അറിയാനുള്ള അവസരങ്ങൾ, അത് നമ്മൾക്കറിയാത്തൊരു ശക്തി നമുക്ക് തരുന്നത് കൊണ്ടായിരിക്കും ഇതൊക്കെ നമ്മളെ മനസ്സിലേക്ക് എത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, മരണത്തെ അറിഞ്ഞവർ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് മരണത്തെ അറിഞ്ഞവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇത്തരം നിമിഷങ്ങൾ, ഇത്തരം അപൂർവ നിമിഷങ്ങൾ, അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഒരു അസുഖമില്ലാത്ത ഒരാൾക്ക് അത്രയും ആളുകൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു വീണൊക്കെ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പക്ഷേ അതല്ല നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ജീവിതത്തെ അറിയാൻ ചില നിമിഷങ്ങൾ നമ്മളിൽ അറിയാതെ വന്നു ചേരും. അത് നമ്മൾ വായിച്ച വരികളിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടുപരിചയ തത്വവാചകങ്ങളിലൂടെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളൊരു ഭാവനാ സൃഷ്ടിക്കപ്പുറം അത് നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവഭേദ്യമായി മാറുമ്പോൾ അത് വ്യത്യസ്തമായി മാറുകയാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചത്, മനുഷ്യ മനസ്സുകൾക്ക് വളരെ നിസ്സാരമാണ്. എന്തിനാണ് മനുഷ്യർ പരസ്പരം പോരടിക്കുന്നത്? ഒരിക്കലും ഈ പോരടിക്കുന്നതുകൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ? എന്തിനെന്നറിയാതെ മറ്റുള്ളവരുടെ വേദനകളിൽ ആസ്വദിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ആ മനുഷ്യന് എന്ത് നേട്ടമാണ് അതിൽ നിന്നൊക്കെ കിട്ടുന്നത്? ഇപ്പോൾ ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴ എന്ന നോവലിൽ ഒരു കഥാപാത്രമുണ്ട്. അതായത് പുറമെ ശാന്ത സ്വഭാവക്കാരനായി അറിയപ്പെടുന്നൊരു കഥാപാത്രമാണ്. പക്ഷേ അയാൾ കാടുകൾ വെട്ടിപ്പൊളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യനാണ്. ഇങ്ങനെ മനുഷ്യ മനസ്സുകളെ വെട്ടിപ്പൊളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന നിരവധി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇത്തരക്കാർ എന്താണ് ഇതിൽ നിന്നൊക്കെ നേടുന്നത്?
ഇവർ ഇങ്ങനെ മനുഷ്യരുടെ മനസ്സുകൾ വെട്ടിപ്പൊളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇവരാലോചിക്കേണ്ടത് ഇവർ ശത്രുക്കളായി കരുതുന്നവരാണ് ചിലപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇവർക്ക് എന്താ പറയുക ഇവർക്കൊരു ആശ്വാസം എത്തുക എന്നുള്ളതാണ്. പക്ഷെ പലരും ഇത് തിരിച്ചറിയുന്നില്ല. എന്തിനെന്നറിയാതെ പരസ്പരം പോരടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകളിൽ ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകളെ ഒരു ലഹരിയായി എടുത്തുകൊണ്ട് നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. അവർ ഇത്തരം ചെയ്തികളിലൂടെ അവരെന്ത് നേട്ടമാണ് നേടുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും നേടുന്നില്ല. ഒന്നും നേടാതെ വന്ന് ഒന്നും നേടാതെ പോകുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ പലപ്പോഴും നമ്മളത് മറക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ എന്താ പറയുക വേദനകളിൽ ആനന്ദം കണ്ടെത്തി പിടിച്ചടക്കുന്നതൊന്നും നമ്മൾ ഒരു കാലത്തും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും നമ്മളതിലൊരു ആസ്വാദനം കണ്ടെത്തുകയാണ്. പക്ഷേ അങ്ങനെയല്ലാതെ നമ്മൾ നിത്യജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് നമ്മളെ പരജീവികളെ നമ്മളെ ചുറ്റിലുമുള്ള സാമൂഹിക ജീവികളെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ജീവിതത്തിന് കിട്ടുന്ന സുഖം നമ്മൾക്ക് എന്താ പറയുക നമ്മൾക്ക് എത്രയൊക്കെ കോടികൾ കിട്ടിയാലും കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് മനുഷ്യർ മനസ്സിലാക്കുന്നത് മനുഷ്യനെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരനാണ്. ഒരു നിമിഷത്തെ പിടച്ചിലെത്തിയിരുന്നത്രയും നിസ്സാരനായ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. പക്ഷേ നിരാശകരം എന്ന് പറയട്ടെ, മനുഷ്യരാരും ഇക്കാര്യം തിരിച്ചറിയുന്നില്ല. അവരെന്തിനൊക്കെയോ വേണ്ടി വെട്ടിപ്പിടിക്കാനായി എന്തിനൊക്കെയോ കീഴടക്കാനായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ അവരെ മറന്നു പോകുന്നത് നമ്മളെല്ലാവരും ഒരിക്കൽ എത്രയൊക്കെ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് അവസാനം അതിൽ നമ്മൾ ആരെയൊക്കെ കീഴ്പ്പെടുത്താൻ നോക്കിയോ ആ കീഴ്പ്പെടുത്തിയ ആളുകളാണ് ഒരു പക്ഷേ നമ്മൾക്ക് എന്താ പറയുക നമ്മൾക്കൊരു സഹായമായിട്ട് എത്തുക എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് പലപ്പോഴും താല്പര്യമുണ്ടാവില്ലെങ്കിലും അത് എന്നും സത്യമായി തന്നെ നിലകൊള്ളുന്നു. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നവൃത.